ഇപ്പോൾ ശ്രീ രാജഗോപാൽ കമ്മത്ത് ശാസ്ത്ര നിരീക്ഷകൻ നമ്മോട് തത്സമയം ചേരുന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ കടുത്ത ചൂടിന്റെ സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. അന്ന് ഈ ചൂടിന് ശേഷം വലിയ മഴ വരാൻ പോകുന്നതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ കാലവർഷത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ കാര്യമായി മഴ പെയ്യുന്നു. ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ചക്രവാത ചുഴിയുടെ സാധ്യത തെക്കൻ ജില്ലകളിൽ പ്രവചിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ വലിയൊരു മഴക്കെടുതിയിലേക്ക് സംസ്ഥാനം പോയേക്കും എന്ന് പറയാമോ? ഇതിലൊരു രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സൈക്ലോണിക് സർക്കുലേഷൻ, അത് അല്പം കൂടി അഗ്രവേറ്റ് ചെയ്തിട്ട് ഒരു ഡിപ്രഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ ഡീപ് ഡിപ്രഷനിലേക്കോ പോകാൻ ചാൻസ് ഉണ്ട് ഈ അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ചൈന കടലിലൊരു ചെറിയൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ അടുത്ത ഒരു 7-8 ദിവസത്തേക്ക് കേരളത്തിൽ മഴ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രീ മൺസൂൺ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഇപ്രാവശ്യം കുറച്ച് ശക്തി കൂടി എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. പിന്നെ മറ്റിടങ്ങളിലും ഉണ്ട്. പക്ഷെ കൂടുതൽ മഴ കിട്ടിയിട്ടുള്ളത് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ ഉള്ള കോട്ടയം, അങ്ങനെയുള്ള ഇടങ്ങളിൽ നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ആ ഡെഫിഷ്യൻസി കഴിഞ്ഞ ഈ പ്രീ മൺസൂൺ കാലയളവിലെ ആ ഒരു കുറവ് അല്പം നികത്താനായിട്ട് ഈ മഴയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് പെയ്യുന്ന മഴ നമുക്കൊരു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ എറണാകുളത്തും മറ്റ് ഇടങ്ങളിലും പെട്ടെന്ന് പെയ്ത മഴ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് കേരളത്തിന്റെ തീരത്തുണ്ടായിട്ടുള്ള ഒരു സൈക്ലോണിക് സർക്കുലേഷനാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗങ്ങൾ തൃശ്ശൂർ, കൊച്ചി എന്നിടങ്ങളിൽ കഴിഞ്ഞ ദിവസം എത്തി. അങ്ങനെയാണ് തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ ഇന്നലെ സായാഹ്നത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് രാത്രിയിലും മഴയുണ്ടായിരുന്നു. ശക്തമല്ലെങ്കിലും എറണാകുളത്തൊക്കെ നല്ല രാത്രിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൂടുതൽ ജലം ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെയും ഏകദേശം ഈ രീതിയിലുള്ള തന്നെ അവസ്ഥകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തേക്ക്. അതിനുശേഷം ചെറിയൊരു കുറവ് പ്രതീക്ഷിക്കാം. പക്ഷെ സൗത്ത് ചൈന കടലിലെ ആ ഒരു ഇഷ്യൂ വരുന്നതോടെ വീണ്ടും കുറച്ചുകൂടി മഴ മലമ്പ്രദേശങ്ങളിൽ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് മൺസൂൺ എന്ന് പറയുന്ന കാറ്റാണ് ശരിക്കും. അതായത് നമ്മുടെ തെക്കൻ ആഫ്രിക്കയുടെ തീരത്ത്, അറബിക്കടലിന്റെ തീരത്ത് നിന്ന് വരുന്ന കാറ്റിന്റെ ദിശ തിരിഞ്ഞ് കേരളത്തിലേക്ക് കയറുന്നതാണ് മൺസൂൺ. കാരണം പണ്ട് കപ്പലോട്ടക്കാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. ആ കാറ്റിന്റെ സഹായത്തോടെയാണ് കേരളത്തിൽ എത്തിയിരുന്നത്. അപ്പൊ ആ കാറ്റ് കേരളത്തിൽ എത്തുന്നത് 27-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ മൺസൂൺ എന്ന് പറയുന്ന കാറ്റ് കേരളത്തിൽ എത്തുന്നതായിട്ട് ഇന്നലെ രാത്രി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ വരുന്ന മഴമേഘങ്ങൾ എത്തണം അതിന്റെ കൂടെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് മഴ ലഭിക്കുന്നത്. ശരിക്കും മൺസൂൺ എന്ന് പറയുന്നത് കാറ്റാണ്. കാറ്റിന്റെ ദിശ തിരിഞ്ഞ് കേരളത്തിൽ എത്തുന്നത് 27-ാം തീയതി ഉച്ചയ്ക്കാണ്. അതോടൊപ്പം തന്നെ ജലം കൂടുതലായി വഹിക്കുന്ന മേഘങ്ങളും കൂടിയുണ്ടെങ്കിൽ ആ സമയത്ത് മൺസൂണിന്റെ തുടക്കമായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനാകും. 27-ാം തീയതി 28-ാം തീയതിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ പ്രതിഭാസങ്ങളുടെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് സൗത്ത് ചൈന കടലിലുണ്ടാകുന്ന ചുഴലിക്കാറ്റിൽ നിന്നുള്ള വലിവാണ്. ആ ഒരേ ലാറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ആ ചുഴലിക്കാറ്റ് ഇവിടുത്തെ പ്രതിഭാസങ്ങളെ അങ്ങോട്ട് വലിക്കുകയും ആ കാറ്റ് വഴി ഉണ്ടാകുന്ന മേഘങ്ങൾ മലമ്പ്രദേശങ്ങളിൽ വന്ന് അടിഞ്ഞുകൂടി അവിടെ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ദുർബലമായ മൺസൂണിന്റെ തുടക്കമായിരിക്കും. കാരണം പ്രീ മൺസൂൺ നമുക്ക് ഇത്രത്തോളം ഇപ്പൊ ഈ കുറഞ്ഞ കാലങ്ങളിൽ ലഭിച്ചതിനാൽ കുറച്ച് ദുർബലമായിരിക്കും ആദ്യം എന്നുള്ളതാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജൂൺ ഫസ്റ്റ് വീക്ക്, അതായത് മെയ് ലാസ്റ്റ് വീക്ക് ഓർ ജൂൺ ഫസ്റ്റ് വീക്ക് വരാൻ പോകുന്ന മൺസൂണിന് ഇത്രയും ഒരു ശക്തി ഉണ്ടാവില്ല എന്നാണ്. അല്ല, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, കാരണം നമ്മുടെ 28, 29 ആ സമയത്തൊക്കെ മഴ പെയ്യും. പക്ഷെ സാധാരണ നമ്മൾ ലഭിക്കുന്ന പോലുള്ള കോരിച്ചൊരിയുന്ന മഴ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി നമുക്ക് ഒരു 2 ദിവസം കൂടി കാത്തിരുന്നാലേ ആ രീതിയിലുള്ള പ്രതിഭാസം ഉടലെടുക്കുമെന്ന്. നല്ലൊരു സിസ്റ്റം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് അറബിക്കടലിന്റെ കേന്ദ്രഭാഗത്തുനിന്നും നല്ല വലിയൊരു സിസ്റ്റം ഈ സമയത്ത് കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ 27-ാം തീയതി മൺസൂൺ കാറ്റ് 27-ാം തീയതി കേരള തീരത്ത്, അതും തെക്കൻ തീരത്താണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം ഭാഗത്താണ് ആദ്യം മൺസൂൺ എത്തുക.
മൺസൂണിന്റെ കാറ്റിന്റെ ആയതെത്തുക. പിന്നീട് പതുക്കെ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കാണ് കാറ്റിന്റെ ദിശ മാറുന്നത്. അപ്പൊ ആദ്യം ഒരു ദുർബലമായ തുടക്കമായിരിക്കും എന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 2 ദിവസത്തിനും ഏത് രീതിയിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മാറി മറിയുന്നു എന്നുള്ളത് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വളരെ പെട്ടെന്നാണ് അറബിക്കടലിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ താങ്ക് യു ശ്രീ രാജഗോപാൽ കമ്മത്ത് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്.